സാധാരണ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഈ രക്ഷിക്കപ്പെടുന്നുള്ള വിഷയത്തിൽ സംസാരിച്ചിട്ട് ഏറ്റവും അവസാനം പറയും, യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ആ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് ഏറ്റവും അവസാനം കൺവെൻഷൻ യോഗങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. 3 ദിവസത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ ഏറ്റവും അവസാനം യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് പറയും. എന്നിട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പറഞ്ഞു കൊടുക്കും. അതെല്ലാവരും ഏറ്റു പറയും. ഞാനും എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ, എല്ലാം കഴിഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു, ഇനി എല്ലാം ഓക്കെയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതും. എന്നാൽ അവിടെ എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രം മതി, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പ്രസംഗിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെ പറയേണ്ടി വരും, ആ പ്രസംഗകർക്ക് തെറ്റുപറ്റിപ്പോയി. അവിടെയാണ് രക്ഷ തുടങ്ങുന്നത്. അതൊരു തുടക്കം മാത്രമാണ്. കാരണം രക്ഷ ആരംഭിക്കുന്നത് വിശ്വാസത്താലാണ്. നമ്മുടെ എല്ലാവരും സുപരിചിതമായ വാക്യം, നമ്മുടെ വീടുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം, അപ്പോസ്തലപ്രവൃത്തി 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെങ്ങനെ ശരിയാകും? ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ഒരു കുടുംബം രക്ഷ പ്രാപിക്കുമോ? തീർച്ചയായിട്ടും വേദവസ്തു അങ്ങനെയാണ് പറയുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ മതി, നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ ഭാര്യ എങ്ങനെ രക്ഷ പ്രാപിക്കും? നമുക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം, കൃപയുടെ കൂട്ടവകാശിയാണ്, അതുകൊണ്ട് ഞാൻ മാത്രം സ്തോത്രം പറഞ്ഞ് എന്നെ രക്ഷപ്പെട്ടു, പക്ഷെ എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെടും. അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ് എന്ത് ചെയ്യണം? ഞാൻ കിട്ടിയ രക്ഷയെക്കുറിച്ച് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് പറയണം, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്. എന്നാൽ മാത്രമേ ഈ രക്ഷ ഒരു ഫുൾ പാക്കേജായിട്ട്, ഒരു കുടുംബത്തിനുള്ള മുഴുവൻ പാക്കേജായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. വിശ്വസിക്കുന്നതിലൂടെയാണ് രക്ഷ ആരംഭിക്കുന്നത്. അവിടെ എല്ലാം തീരുന്നില്ല, രക്ഷ അവിടെ പൂർണ്ണമാകുന്നില്ല. ഒരു കഥ ഇതിന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു ടെസ്റ്റ് എഴുതി, റിസൾട്ട് വന്നു, നമുക്ക് ജോലി കിട്ടുമല്ലോ, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി, നമുക്ക് ജോലി കിട്ടിയോ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി, നമ്മൾ എല്ലാവരും വിളിച്ചൊരു പാർട്ടി കൊടുത്തു. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിരിക്കുവാണ്, എല്ലാവർക്കും വമ്പിച്ച പാർട്ടി കൊടുത്തു, എല്ലാം ആഘോഷിച്ചു, കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഫ്ലക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു. ജോലി കിട്ടിയോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോകണം, അവിടെ പോയി ആ ഓഫീസിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ജോലി നമുക്ക് സ്വന്തമാവുന്നത്. ഇതുപോലെയാണ് രക്ഷയും. രക്ഷ നമുക്ക് ഒരു ദിവസം കൊണ്ട് വിശ്വസിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കാര്യമല്ല. കിട്ടും, പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടുന്ന 7 സ്റ്റെപ്പുകളുണ്ടെന്ന് 7 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു.